ആണ്ടിന്റെ ദിവസം റമദാൻ 15-നാണ്. റമദാൻ 15-നാണ് നഫീസ മിസ്രി റളിയല്ലാഹു തആല വഫാത്തായത്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് പറയാലോ നഫീസ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹു തആലാന്റെ റഹ്മത്തിലേക്ക് മടങ്ങുക, സന്തോഷത്തിലേക്ക് മടങ്ങുക. അങ്ങനെ മടങ്ങി നല്ലവരായി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷം നമുക്കൊക്കെ തരിക. നിങ്ങൾ നോക്ക്, ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടേണ്ടിയിരുന്നു. ഇല്ല, രക്ഷപ്പെട്ടില്ല. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോല് ആരുടെ കയ്യിലായിരുന്നു? ഇബ്ലീസിന്റെ കയ്യിലായിരുന്നു. എത്ര കൊല്ലം? 40,000 സന, 40,000 കൊല്ലം. നമ്മളൊക്കെ ചോദിക്കുന്ന സ്വർഗത്തിന്റെ താക്കോല് 80,000 കൊല്ലം മലക്കുകളോട് കൂടെ താമസിച്ചു. 20,000 സന, 20,000 കൊല്ലം മലക്കുകൾക്ക് ഉപദേശം നടത്തി. ഇതൊണ്ടൊന്നും രക്ഷപ്പെട്ടില്ല. നിങ്ങൾ അർശിനെ 14,000 കൊല്ലം അർശിനെ ചുറ്റി. ഇത്രക്കും വലിയ പവറിലും സ്ഥാനത്തും ഉന്നതമായ ശ്രേണിയിലും എത്തിയ ആളായിരുന്നു. നിങ്ങൾ നോക്ക്, ദുനിയാവിൽ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആബിദ്, സാഹിദ്, ആരിഫ്, വലി, നഖി എന്നൊക്കെ പറയും. ഹാസിൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരായിരുന്നു. പക്ഷേ അവന്റെ പേരായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ പേരായിരുന്നു. എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടുമായിരുന്നു. അല്ലേ? നിങ്ങൾ വയലു പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നുമായിരുന്നെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഇൽമു കൊണ്ട് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടുമായിരുന്നു. എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടുമായിരുന്നു. എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? 7 സ്ഥലത്ത് ഖുർആനിൽ അവന്റെ ചരിത്രം പറയുന്നുണ്ട്, ഇബ്ലീസിന്റെ ചരിത്രം. എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് ബഹുമാനിക്കാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞത് എന്താണ്? ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീനിൻ. എന്നെ തീ കൊണ്ടാണ് പടച്ചത്, ആ തീ കൊണ്ട് പടച്ച ഞാൻ മണ്ണ് കൊണ്ട് പടച്ച ആദമിന്റെ മുന്നിൽ ബഹുമാനം നൽകുകയോ? ഇല്ല, കഴിയില്ല. ഇല്ല, ഞാൻ താഴ്ന്നു കൊടുക്കില്ല. ചില ആളുകളുണ്ട്, ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ പോലും അങ്ങോട്ട് മടക്കാത്തവർ. നന്നാകണമെന്ന് ഒരു നാട് മുഴുവനും ആവശ്യപ്പെട്ട്, എല്ലാവരും ആവശ്യപ്പെട്ട് നന്നായിക്കൂടെ, മസ്ലത്തായിക്കൂടെ, എന്നിട്ട് പോലും നന്നാകാതെ അതാ വലിയട്ടൻ മനോഭാവവുമായി നടക്കുന്നവർ അവരാരായാലും അവസാനം ഇബ്ലീസിന്റെ ഗതിയാണ് ഉണ്ടാവുക. ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടൂല. സുബ്ഹാനല്ലാഹ്, മനസ്സ് നന്നാവണം, മനസ്സ് നന്നാവണം. നിങ്ങൾ നോക്ക്, മുത്തുനബി പഠിപ്പിച്ചതെന്താ? യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വലാ ഇലാ സുബരിക്കും വലാ ഇലാ സുബരിക്കും. നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ, നിങ്ങളുടെ രൂപത്തിലേക്കോ, നിങ്ങളുടെ അഴകിലേക്കോ, നിങ്ങളുടെ ബ്യൂട്ടിയിലേക്കോ, നിങ്ങളുടെ മൊഞ്ചിലേക്കോ, ചൊങ്കിലേക്കോ, ചൊർക്കിലേക്കോ റബ്ബ് നോക്കുന്നില്ല. നിങ്ങളുടെ അഴകിലേക്ക്, വടിവിലേക്ക്, ഒടിവിലേക്ക് റബ്ബ് നോക്കുന്നില്ല. നിങ്ങളുടെ വാച്ചിലേക്ക് റബ്ബ് നോക്കുന്നില്ല. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. മോനെ, നിന്റെ ഖൽബ് ശുദ്ധമാണോ? നീ നന്നാകണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നീ മസ്ലഹത്താണോ ഉദ്ദേശിക്കുന്നത്? ഇല്ലേ, മുസ്ലിയാരായിട്ട് കാര്യമില്ല, ഏത് ബിരുദമെടുത്തിട്ടും കാര്യമില്ല. ഖൽബ് നന്നാവാതെ ബിരുദമുണ്ടായിട്ട് കാര്യമില്ല. ഖൽബ് നന്നാവാതെ മൊയ്യാരായിട്ട് കാര്യമില്ല. ഖൽബ് നന്നാവാതെ വലിയ വലിയ ഉന്നത ശ്രേണിയിൽ അതാ വിരാജിച്ചിട്ട് കാര്യമില്ല. സ്ഥാനമാനങ്ങളൊക്കെ ദുനിയാവിൻ്റെതാണ്, സ്ഥാനമാനങ്ങളൊക്കെ ദുനിയാവിൻ്റെതാണ്. അതിലേക്കൊന്നും റബ്ബിന്റെ നോട്ടമില്ലേ? ഇല്ല, ഇല്ലേ, ഇല്ല. അത് ഇന്ന് വരും, നാളെ പോകും, നാളെ വരും, മറ്റന്നാള് പോകും. സ്ഥാനമാനങ്ങളല്ലോ വലുത്. നിന്റെ മനസ്സ് എന്താണ്? അവിടെ എന്തുണ്ട് സ്ഥാനം? പാവപ്പെട്ടവർക്ക് സ്ഥാനമുണ്ടോ? കിബറുണ്ടോ? റിയാവുണ്ടോ?
ഹസദുണ്ടോ, ഉജ്ബുണ്ടോ, ഖദബുണ്ടോ, താഴ്മയുണ്ടോ, എളിമയുണ്ടോ, വിനയമുണ്ടോ, എങ്കിൽ മോനെ രക്ഷയുണ്ട്. എങ്കിൽ മോനെ നിന്റെ ഇൽമു കൊണ്ട് രക്ഷയുണ്ട്. എങ്കിൽ മോനെ നിന്റെ വയല് കൊണ്ട് രക്ഷയുണ്ട്. എങ്കിൽ മോനെ നിന്റെ പ്രസംഗം കൊണ്ട് രക്ഷയുണ്ട്. ഇല്ലേ ഇല്ല, ഇല്ലെങ്കിൽ ഒന്നുകൊണ്ടും രക്ഷയില്ല. എളിമത് ആണ്. അല്ലാഹുവിന്റെ മുന്നിൽ താഴ്മയോടെ എളിമയോടെ വിനയത്തോടെ ആര് പ്രവർത്തിച്ചോ അല്ലാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. അല്ലാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. ആരോടും അസൂയ വെക്കരുത്, ആരോടും കണ്ണിക്കടി വെക്കരുത്, ആരോടും കിബ്റ് വെക്കരുത്, ആരോടും ഹസദ് വെക്കരുത്, ആരോടും ആരും തകരണമെന്ന് ചിന്തിക്കരുത്, ആരും തളരണമെന്ന് ചിന്തിക്കരുത്. നല്ല മനസ്സിന്റെ ഉടമ അത് സന്മനസ്സിന്റെ ഉടമയാണ്. ആ സന്മനസ്സിന്റെ ഉടമ തങ്ക മനസ്സിന്റെ ഉടമയാണ്. ആ തങ്ക മനസ്സിന്റെ ഉടമ അള്ളാന്റെ നോട്ടമുണ്ട്, റഹ്മത്തുണ്ട്, സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ കൽബിനെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. നല്ലത്